ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് കാർത്തിയാണേ. അപ്പോഴേ ചെറിയൊരു രീതിയിലുള്ള തുമ്മലിൽ സ്റ്റാർട്ട് ചെയ്താട്ടോ. ആ തുമ്മൽ പിന്നെ ജലദോഷമായി, പിന്നെ അതൊരു പനിയായി, പിന്നെ തലവേദനയൊക്കെ ആയിട്ട് ഇപ്പോൾ ആകെ മൊത്തൊരു മന്നിപ്പിലാണ് കേട്ടോ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള സ്കേർട്ടും ടോപ്പും നമുക്കിത് രാവിലെ 7 മണി ആകുമ്പോൾ നമുക്ക് കൊടുക്കേണ്ടതാണ് കേട്ടോ. സ്കൂളിലെ ഓണാഘോഷ പരിപാടിയിലേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ആ കുട്ടിക്ക്. അപ്പോൾ നമ്മളത് അളവെടുത്തു, ഇറക്കം മണ്ണൊക്കെ എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചു. പിന്നെ ഇനി നമ്മൾ ബ്ലൗസ് അളവെടുത്ത് കട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ സ്കേർട്ടിന് വേണ്ടിയിട്ട് വള്ളിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വള്ളി വേണം, പിന്നെ ഫ്രില്ല് വെച്ചുള്ള കൈയായിരിക്കണം, പിന്നെ ഇറക്കം ടോപ്പിൻ്റെ ഇറക്കം നമ്മൾ പാവാട കെട്ടണ ഭാഗം ഉണ്ടല്ലോ അവിടെ വരെ മതി, അതിനേക്കാളും ഇറക്കം വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കറക്റ്റ് നല്ലൊരു രീതിയിൽ നിൽക്കുന്ന രീതിയിൽ നമ്മൾ അളവെടുത്ത് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രില്ലിൻ്റെ ആണ് ഹാൻഡ് വന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ എടുക്കാം കേട്ടോ. നമുക്ക് 2 സൈഡല്ല, ഒരു സൈഡാണ് ഫ്രില്ല് പോലെ വരുന്നത്. അതുകൊണ്ട് എന്താ പറയുക, നമ്മൾ 2 സൈഡ് വരുമ്പോൾ നമുക്കതൊരു പോളക്കൈയായിട്ട് കിട്ടും. പഫ് കൈ ഉണ്ടല്ലോ അതുപോലെ കിട്ടും. ഇതിപ്പോൾ ഒരു സൈഡുള്ളൂ, അപ്പോൾ അത് കാരണം അത് നല്ലൊരു എന്താ പറയുക, ഒരു ചിറക് പോലെയൊക്കെ കിടക്കാം കേട്ടോ. പിന്നെ അതുമാത്രമല്ല, നമുക്ക് ഇങ്ങനെയുള്ള കൈകൾ ചെയ്യുമ്പോഴേ ഈ കനം കുറഞ്ഞിട്ടുള്ള തുണികൾ ഉണ്ടാകുമ്പോൾ ഇത്തിരി വലിയ കുട്ടികളൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ വലിയവരൊക്കെ ആകുമ്പോൾ അതൊന്ന് ഒതുങ്ങി കിടക്കും കേട്ടോ. കുഞ്ഞു കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ ഇത്തിരി കട്ടിയുള്ള തുണിയാണെങ്കിലും അതിങ്ങനെ ഞൊറി വെച്ച പോലെ ഫ്രില്ലടിച്ച് കഴിഞ്ഞാൽ അതൊരു വേറൊരു ഭംഗിയാണ്. പക്ഷേ ഇത്തിരി വലിയവർക്ക് ഇതുപോലെ തളർന്ന് കിടക്കുന്ന തുണിയാകുമ്പോൾ നല്ല ഭംഗിയിൽ കിടക്കും കേട്ടോ. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു നിൽക്കുന്ന നേരം കൊണ്ട് ഫ്രില്ലൊക്കെ അടിച്ച് കഴിഞ്ഞു. അപ്പോൾ ഫ്രില്ലടിച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ നമ്മുടെ കൈയുടെ അരികു ഭാഗം മടക്കി തയ്ക്കുന്നത്. രണ്ടാമത്തെ കൈ ആക്കിയപ്പോൾ ഞാൻ ആദ്യം അരികു ഭാഗമാണ് കേട്ടോ മടക്കി തയ്ച്ചത്, അതിന് ശേഷമാണ് ഞാൻ ഫ്രില്ലടിച്ചത് കേട്ടോ. അപ്പോൾ ഇതിലേതായാലും കുഴപ്പമില്ല, നമുക്ക് ഏതാണോ എളുപ്പം ആ നേരത്തെ അത് ഔചിത്യം പോലെ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതിന് മുന്നേ കട്ടിങ്ങൊക്കെ നടത്തുന്ന നേരത്തെ 1/2 ഇഞ്ച് നെക്കിൻ്റെ പാർട്ടിൽ ബാക്ക് ഓപ്പൺ വരുന്ന ഭാഗത്ത് ഞാൻ എക്സ്ട്രാ ഇട്ടിട്ടാണ് കേട്ടോ നെക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നമുക്ക് ഈ ഹുക്ക് വരുന്ന ഭാഗമായതുകൊണ്ട് അത് മടക്കി തയ്ക്കുമ്പോൾ അത് കറക്റ്റ് പോയിന്റിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ എക്സ്ട്രാ ഇട്ടിട്ട് കട്ടിങ് നടത്തിയത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ അതൊക്കെ കറക്റ്റ് അളവിന് തന്നെയാവേ. അതിന് ശേഷം നമ്മൾ ഷോൾഡറുകൾ രണ്ടും യോജിപ്പിക്കുകയാണ് ചെയ്തത് കേട്ടോ. യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഫ്രില്ലടിച്ച് വെച്ചിട്ടില്ലേ, അത് കറക്റ്റ് തന്നെ അളവിൽ തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. എക്സ്ട്രാ ഒന്നും വന്നില്ല, എന്നാൽ കുറവും വന്നില്ല, കറക്റ്റ് പാകത്തിന് തന്നെ വന്നു. അപ്പോൾ നമ്മൾ അത് ബ്ലൗസിൻ്റെ ബോഡി പാർട്ടുമിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മളിത് നിവർത്തി വയ്ക്കുമ്പോൾ കണ്ടില്ലേ തളർന്ന് കിടക്കണ തുണി ആയതുകൊണ്ട് നല്ല രീതിയിലാണ് കേട്ടോ നമുക്കത് കിട്ടിയിട്ടുള്ളത്, കനം കുറഞ്ഞ തുണി ആയതുകൊണ്ട്. അതിനുശേഷം മറ്റേ സൈഡിലുള്ള കൈയും അതുപോലെ തന്നെ ജോയിൻ്റ് ചെയ്തതിന് ശേഷം ടോപ്പിൻ്റെ ലെങ്ത്ത് നമുക്ക് എഡ്ജ് ഭാഗമൊക്കെ മടക്കി തയ്ക്കാം കേട്ടോ. മടക്കി തയ്ച്ചതിന് ശേഷമാണ് കേട്ടോ ബോഡി ഷേപ്പ് ചെയ്തിട്ട് തയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് കഴുത്തൊക്കെ ക്യാൻവാസ് വെച്ചിട്ട് പതിച്ചതിന് ശേഷം മടക്കി തയ്ക്കാം കേട്ടോ. അതിന് ശേഷം നമ്മൾ ബ്ലൗസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ബ്ലൗസിൻ്റെ രൂപം. പിന്നെ നമുക്ക് സ്കേർട്ട് തയ്ക്കാനായിട്ട് ലൈനിങ്ങും കൂടിയിട്ട് അറ്റാച്ച് ചെയ്തിട്ട് സ്ട്രൈറ്റ് ആയിട്ട് നമ്മൾ ലൈനിങ് മെറ്റീരിയലിൽ തയ്ച്ചു കൊടുക്കുക. അതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഫ്രില്ല് അടിക്കാൻ നിന്നത്. ഫ്രില്ല് വെച്ചാൽ ഞൊറി ഇടാൻ നിന്നത്. അപ്പോൾ ഞൊറി ഇട്ടിട്ട് അതിന് ശേഷം ഇതേപോലെ പതിപ്പിച്ച് തയ്ക്കേണ്ട കേട്ടോ. ഇതുപോലെ പതിപ്പിച്ച് തയ്ക്കണതിൻ്റെ കാരണം നമ്മൾ ധാവണിയൊക്കെ കൊടുക്കുമ്പോഴുണ്ടല്ലോ നമ്മളുടെ വേസ്റ്റിൻ്റെ ഭാഗം, അതായത് അരയുടെ ഭാഗം നമുക്ക് ഒതുങ്ങി നിൽക്കും. അതിന് വേണ്ടിയിട്ട് കൂടിയിട്ടാണ് കേട്ടോ ഈ രീതിയിൽ തയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് പിന്നെ അത് അയൺ ചെയ്യുമ്പോഴായാലും കറക്റ്റ് നമുക്ക് പോയിന്റിൽ തന്നെ കിട്ടേ. അത് മാത്രമല്ല നമുക്ക് ഇതിൽ ലൈനിങ്ങും കൂടി ഉള്ളത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ വരുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കറക്റ്റ് ഒതുങ്ങി നിൽക്കും, നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ടി വരില്ല കേട്ടോ. എപ്പോഴും അയൺ ചെയ്യേണ്ടി വരില്ല, ഇത്തിരി നല്ല രീതിയിൽ തന്നെ വൃത്തിയിൽ ഒതുങ്ങി നിന്നോളൂ കേട്ടോ.
കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ ഇത്. കാരണം നമ്മൾ ഒരു ഭാഗത്തുനിന്ന് പിടിച്ച് വരുമ്പോഴേക്കും മറ്റേ ഭാഗത്തുനിന്ന് അത് പോയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാനിവിടെ പിന്നൊക്കെ ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ ഇത് തയ്ക്കുന്നത്. കണ്ടില്ലേ, ഒരു ചെറിയൊരു ഇതുണ്ടായി കഴിഞ്ഞാൽ ആകെ മൊത്തം അയച്ചിട്ട് വേണം കേട്ടോ ഇത് സ്റ്റിച്ച് ചെയ്ത് വയ്ക്കാനായിട്ട്. പക്ഷെ ഇത് തയ്ക്കുന്ന ബുദ്ധിമുട്ടുള്ളൂ. പക്ഷേ ഇടുമ്പോൾ നല്ല വൃത്തിയിലാണ് നിൽക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ തയ്യൽ കഴിഞ്ഞു. ഇനി അതിന് ശേഷം നമുക്കിതിനെ പട്ട പിടിപ്പിക്കാം. പട്ട എന്ന് വെച്ചാൽ വള്ളി വെക്കേണ്ടതാണ് കേട്ടോ. സൈഡ് കൂട്ടിയതിന് ശേഷമാണ് വള്ളി പിടിപ്പിക്കുന്നത്. അപ്പോൾ ഏതാനും മണിക്കൂറുകളുടെ പരിശ്രമത്തിന് ശേഷം, അതായത് ഇപ്പോൾ സമയം പുലർച്ചെ 2 മണിയായിട്ടുണ്ട് കേട്ടോ. ഇത് കഴിയണ നേരത്ത് ഏതാനും മണിക്കൂറുകളുടെ പരിശ്രമത്തിന് ശേഷം നമ്മുടെ സ്കേർട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. സ്കേർട്ടും ടോപ്പും. അപ്പോൾ ഒരു ഫോട്ടോ ഒക്കെ ആയാലോ?